നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള സന്തോഷം എന്താണ്? വരും ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷം എന്താണ്? നിങ്ങളുടെ ആദ്യം തന്നെ നമുക്ക് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ പോകുന്നു. പാസ്റ്റിൽ നടന്നുപോയ ചില ഓർമ്മകളിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഒരു ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാകാം, അവരെ നിങ്ങൾ കണ്ടുമുട്ടും എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷമുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും റീക്രിയേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള സന്തോഷം എന്താണ്? ഓക്കെ, പ്രിൻസസ് ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുവാനോ ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ, ഒരുപാട് നാളായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഉടൻ തന്നെ സംഭവിക്കുന്നു. നിങ്ങൾക്കത് വാങ്ങുവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ മൈൻഡ് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. പല പ്രാവശ്യവും നമ്മുടെ മനസ്സ് മാറി മാറി പോകാറുണ്ട് അല്ലേ, ചിലപ്പോഴൊക്കെ തളർന്നു പോകാറുണ്ട്. ശക്തമായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സോൾ ശക്തമാകാറുണ്ടെങ്കിലും നിങ്ങളുടെ പുറമേ നിന്നുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോൾ പറയുകയാണ്, മനഃശക്തി നേടിയെടുക്കുക. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും കൃത്യതയിലേക്ക് കൊണ്ടുപോകുക. ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ സോൾ പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് പ്രപഞ്ചം എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർ മാത്രം ഇത് അഫർമേഷൻ ചെയ്തെടുക്കുക. കാരണം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇന്നൊരു മെസ്സേജ് കണ്ടിരുന്നു, കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ എല്ലാവർക്കും ഒരുപോലെ ക്ലാസ് എടുക്കുന്നെങ്കിലും അവിടെ ഏറ്റവും നമ്പർ 1 ആയിട്ട് പഠിച്ചു വരുന്നത് 1-2 കുട്ടികളായിരിക്കും. ബാക്കിയുള്ള കുട്ടികൾക്ക് അത് തോൽക്കുന്നവർ കാണും, അല്ലെങ്കിൽ മാർക്ക് കുറവുള്ളവർ കാണും, മീഡിയം കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ശക്തമായ അഫർമേഷനും ലക്ഷ്യവും ഉള്ള കുട്ടികൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ടും അതിനെക്കുറിച്ച് തന്നെ പഠിക്കുകയും, എനിക്ക് നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എൻ്റെ എക്സാമാണ്, എനിക്കത് പഠിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, നെഗറ്റീവ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. എന്നാൽ കുറേ കുട്ടികളോ പരീക്ഷയല്ലേ സാരമില്ല കളിച്ചിട്ടൊക്കെ വരാം എന്നുള്ള രീതിയിൽ അവർ പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെയൊക്കെ പോകുന്ന കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്ക് നേടുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വീഡിയോ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ആ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയും അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അത് സംഭവിക്കുക. അപ്പം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുത്താൽ മതി, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.